ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് പെരുന്നാളായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. രാവിലെ എണീറ്റിട്ട് ഞാൻ നേരെ പോയത് അടുക്കളയ്ക്കായിരുന്നു. അടുക്കളയിൽ നല്ല പുട്ടുണ്ടായിരുന്നു. പുട്ട് ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ. പിന്നെ ബീഫ് കറി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ബീഫ് കൂട്ടാറില്ല. അപ്പം ഞാൻ ഇത് കറി മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പഴംപൊരി പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. പഴംപൊരിയും അതുപോലെ തന്നെ ബീഫും അടിപൊളിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കോംബോ ആക്കിയിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരു പുട്ടും 2-3 പഴംപൊരി എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ആദ്യമായിട്ടാണ് ഞാൻ പഴംപൊരിയും ബീഫ് കറിയും കൂട്ടുന്നത്. എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയില്ല, കാരണം ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഫസ്റ്റ് അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കാരണം മധുരത്തിൻ്റെ കൂടെ ഈ ഒരു പുളിയൊക്കെ ഉള്ള കറി കൂട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ അതിൽ നിന്ന് പഴംപൊരിയിൽ നിന്ന് ഒരു ബൈറ്റ് എടുത്തിട്ട് കഴിച്ചു നോക്കി. കുഴപ്പമൊന്നുമില്ല, വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ടേസ്റ്റായിരുന്നേ. എനിക്ക് ഇഷ്ടമായില്ല എന്നും പറയാൻ പറ്റില്ല, നല്ല ഇഷ്ടമായെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മീഡിയം ലെവൽ ടേസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പുട്ടുണ്ടായിരുന്നു, പുട്ടും ബീഫ് കറിയും കൂടി എനിക്ക് കൂടുതലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് പുട്ടും ബീഫ് കറിയായിരുന്നേ. കാരണം അതിൻ്റെ കോംബോ വേറെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് താത്താടെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടും അവന് ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് പോസ് ഇട്ടിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അല്ല എന്ന്, പക്ഷെ ആൾ പോസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. ഇനി ഡ്രസ്സ് മാറ്റണം, ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇസ്തിരിയൊക്കെ ഇട്ടിട്ട് ഡ്രസ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാണ് എൻ്റെ പെരുന്നാക്കത്തെ ഡ്രസ്സ്. ഷാളും പാൻറ്റും റെഡ് കളറ്, ടോപ്പ് ഇങ്ങനെ ആട്ട വരുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്, പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സ് വരുന്നത് ഇതാണ്. കമ്മൽ വരുന്നത്, കമ്മൽ ആ ഡ്രസ്സിക്ക് ഭയങ്കര കുറച്ച് വലിപ്പമുള്ള കമ്മൽ വേണം. അപ്പം ഞാൻ ഈ കമ്മലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ഞാനൊരു ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇട്ട് നോക്കുമ്പോൾ കുറച്ച് ഓവറായപ്പോയിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ആ ക്ലിപ്പ് ഒഴിവാക്കി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള 2 ക്ലിപ്പായിരുന്നേ. ഇനി എപ്പോഴെങ്കിലും യൂസ് ചെയ്യാമല്ലോ, അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ക്ലിപ്പ് ഞാൻ കമ്മലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഒരുങ്ങി സെറ്റായിട്ടുണ്ടായിരുന്നേ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കമ്മൽ ഇതിക്ക് രസം ഉണ്ടാവില്ല എന്നായിരുന്നു. പക്ഷേ എനിക്ക് ഇത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഞാൻ എത്തി ഗൈസ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, ഫോട്ടോ എടുക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അങ്ങനെ സെറ്റായിട്ട് നിൽക്കുമ്പോഴാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോൾ മാറ്റിയിട്ടുണ്ടെങ്കിലും, അതായത് പെരുന്നാൾക്ക് എപ്പോഴും ഇയാളിനെ കാണാൻ വരിക. ഇതിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്. അപ്പോൾ അവളായിട്ട് ഇന്നത് സംസാരിച്ചു കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. കാരണം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം, അതുപോലെ ഫോട്ടോ എടുക്കുകയും ചെയ്യാച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനും താത്തയും അതുപോലെ തന്നെ താത്താടെ കുട്ടിയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവൻ്റെ പല്ല് പോയിട്ടുണ്ട് ഫ്രണ്ടിലത്തെ. അപ്പോൾ അവനെ കാണുമ്പോൾ എനിക്ക് ചിരിയാ വരാറ്. കാരണം അവൻ ചിരിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. അപ്പോൾ അവൻ്റെ മുമ്പിൽ നിന്നിട്ട് ഞാൻ ചിരിക്കുമ്പോൾ അവനെ കളിയാക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ഞങ്ങൾ തല്ലാവും ലാസ്റ്റ് അവിടെ. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നേ. മഴ പെയ്യുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്കിലേക്ക് ആട്ട വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു പാർക്കാണ്. എല്ലാ വീട്ടിൻ്റെ മുന്നിലും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ എവിടെയെങ്കിലും വന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ അത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നന്നായിട്ട് മഴ പെയ്തത്. അപ്പോൾ ഒരു ഭാഗത്ത് വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ എടുക്കലും മഴ പെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് ആവാനായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ അപ്പോഴും ഫുഡായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെയും കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. അപ്പോഴാണ് സമാധാനമായത്. കുറേ നേരം പിടിച്ചിട്ടുണ്ടായിരുന്നേ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിലെത്തിയ പാട് ഞാൻ ഫസ്റ്റ് ചെയ്തത്, എൻ്റെ കാത് നല്ല വേദന ആവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ആ കമ്മൽ ഊരി വെക്കായിരുന്നു. ഇങ്ങനത്തെ കമ്മൽ കുറേ നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ കാത് വേദന ആവും. അപ്പം ഞാനത് വേഗം ഊരി വെക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ള് ഊരി കഴിഞ്ഞപ്പോഴാട്ടോ എനിക്ക് സമാധാനമായിട്ടുണ്ടായിരുന്നത്. എനിക്ക് സമാധാനത്തോടു കൂടി ഫുഡ് കഴിക്കണം. അങ്ങനെ അത് ഊരി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഇപ്രാവശ്യം പെരുന്നാൾക്ക് ഞങ്ങൾക്ക് മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് മയോണൈസിലൊക്കെ മുക്കി
ബാക്കി കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഏലക്കായ കടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോഴാവും ഇങ്ങനത്തെ സംഭവമൊക്കെ കടിക്കുക. അതോടുകൂടി ആ മൂഡ് അങ്ങോട്ട് പോകും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും മധുരമുള്ളത് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പുഡിങ് താത്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ അത് കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ രണ്ടാമത്തെ താത്ത വന്നിട്ട് പുറത്ത് പോകാമെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട് പറഞ്ഞ്. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാനും കറങ്ങാനും കൂടിയിട്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു പെരുന്നാളായതുകൊണ്ട് തന്നെ. ഈ ഭാഗത്തൊന്നും അത്ര തിരക്കില്ലെങ്കിലും നമ്മളിപ്പോൾ കടൽ അങ്ങനത്തെ ഭാഗത്തൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല പ്ലേസ് തപ്പി നടന്ന് അങ്ങനെ നല്ല പ്ലേസിൽ നിന്ന് ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആ ഭാഗത്ത് സിപ്പ് ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിന്ന് പക്ഷെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു പോകുമ്പോൾ നല്ലൊരു ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ വഴിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായി കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.